തിരുവനന്തപുരത്ത് കൂട്ടക്കുരുതി നടത്തിയ അഫാൻ എന്ന് പറയുന്ന ഒരു 23 വയസ്സുകാരൻ, 23 വയസ്സൊക്കെ കാണും അവന്. അപ്പം അവനാണ് ഈ അറങ്കൊല നടത്തിയിട്ട് 6 പേരെ കൊന്നിട്ട്, 6 പേരിൽ 5 പേരെ മരിച്ചിട്ടുള്ളൂ. പക്ഷെ അവൻ എത്രയും പേരെയും കൊന്നിട്ട് ഇവന് ഒരു ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ അവനെ കയറി സ്റ്റേഷനിൽ കയറി ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതുവരെ എല്ലാവരെയും കൊന്നു. അവൻ പറഞ്ഞ് പോലീസുകാർ വരുമ്പോഴാണ്, അവൻ പറയുമ്പോഴാണ് മറ്റുള്ളവർ പോലും അറിയുന്നത് അങ്ങനെ മരിച്ചിട്ടുണ്ട്, അങ്ങനെ അവൻ കൊന്നിട്ടുണ്ടെന്ന്. കാരണം അവന് സഹപാഠികൾ, അതായത് അനിയനെന്ന് പറയുന്നത് കൊച്ചനെയാണെങ്കിൽ അവന് ഭയങ്കര സ്നേഹമാണ് അവന്. അപ്പം അനിയൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ പറയുന്നത്, ഇന്നലെ ന്യൂസിനകത്ത് കണ്ടത്, ചേട്ടനും അനിയനും കൂടെ ഫുഡ് കഴിക്കാനും ഒക്കെ പോവുകയും വരികയും ചെയ്യുന്നത് ചേർത്ത് പിടിച്ചിട്ടാണ് അനിയനെ നടക്കുന്നതും കൊണ്ടുപോകുന്നതെന്ന്. അതുപോലെ കുടുംബത്തോട് നല്ല സ്നേഹമുള്ള കൊച്ചനായിരുന്നു. പക്ഷേ എന്താണ് അത് പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു കൊടും ചതി ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നുന്നതെന്ന് ഒന്നും അറിയത്തില്ല കേട്ടോ. ചിലപ്പം ഈ ലഹരിയുടെ ഇമ്പാക്റ്റ് ആവാം, ചിലപ്പം നമ്മുടെ നിയമത്തോടുള്ള ആ ഒരു പേടിയില്ലായ്മയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ കണ്ടുള്ള ഇമ്പാക്റ്റ്, അങ്ങനെ എന്തെങ്കിലും ആവാമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ക്രൂരമായിട്ടുള്ള ഇത് ചെയ്തത്. അവനാണെങ്കിൽ ആദ്യമേ അവൻ പറയുന്നത് കടമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, ഞങ്ങളെല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യാനൊക്കെ ഇരുന്നതാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷെ ശരിക്കും അത് തന്നെയാണോ സത്യം എന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. പക്ഷേ എന്ന് വെച്ചാൽ അവനാണെങ്കിൽ അമ്മൂമ്മയോട് ചെന്ന് മാല നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അമ്മൂമ്മയോട് മാല ചോദിച്ച് അമ്മൂമ്മ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവന് കടമുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബക്കാരുമായിട്ട് ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ കുടുംബക്കാരെ അല്ലേ അവൻ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന അവൻ്റെ അമ്മൂമ്മയെ പോയി കൊന്ന്, അതുപോലെ തന്നെ വേറെ അവൻ്റെ ഒരു ബന്ധുക്കൾ, ഭാര്യയും ഭർത്താവ്, അവരെയും ദൂരെ അവരും താമസിച്ച് എടുത്ത് അവരെയും പോയി കൊന്നിട്ടാണ് അവൻ വീട്ടിൽ വന്ന് അനിയനെയും കൊന്ന് തലയ്ക്കടിച്ച്. പിന്നെ അത് കൂടാതെ തന്നെ പിന്നെ അവൻ സ്നേഹിച്ച പെണ്ണായിരുന്നു. അവൻ മരിക്കുന്നെങ്കിലും ഒക്കെ അവൻ മരിച്ചിട്ട് പോട്ടെ, അവൻ സ്നേഹിച്ച ഒരു പിന്നെ അത്രയും സ്നേഹിക്കുമ്പോൾ അവനൊന്ന് ചിന്തിക്കാമല്ലോ, ഞാൻ എന്തായാലും ഞാൻ അനുമതി ചെയ്ത് ഞാൻ മരിക്കുവാണെന്നുണ്ടെങ്കിൽ അവളെങ്കിലും സുഖവും സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കാനുള്ളത്. അവന് അതിനെയും പോയി അതിനെയും മൃഗീയമായിട്ട് തന്നെ അതിനെയും മുഖത്തൊക്കെ അടിച്ച് വിരൂപമാക്കി തന്നെ അതിനെയും കൊന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊക്കെ ഭയങ്കര ഒരു ഷോക്കാണ് കേട്ടോ. ഇതിപ്പം എന്ന് ന്യൂസ് തുറന്നാലും നമ്മൾ എപ്പോഴും ഇതൊക്കെയാണ് കാണുന്നത്. ഓരോ ദിവസവും ഓരോരോ ന്യൂസാണ് പുറത്തോട്ട് വരുന്നത്, ഓരോരുത്തരെ കൊന്നതും അതെങ്ങനെയൊക്കെയാണ് കൊല്ലുന്നതും അങ്ങ് മൃഗീയമായിട്ടും. കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഇപ്പം അപൂർവമല്ല. ഇപ്പം എപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ന്യൂസ് എടുത്ത് നോക്കിയാലേ കാണാം ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അതുകൊണ്ട് അതൊന്നും കേട്ട് കഴിവില്ല. ഇപ്പം നമ്മുടെ ഇടയിലൊക്കെ തന്നെ ആയാലും നാളെ ആർക്കെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇത് നടത്തി പോകുന്ന ആ ഒരു രീതിക്ക് തന്നെ നമ്മളങ്ങ് എടുക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പം ഭയങ്കരമായിട്ടും ഭയങ്കര ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര എന്താണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് നല്ല രീതിയിലൊന്ന് നിയമം ഇടപെട്ട് ഇനി മേലാൽ ഇത് ചെയ്യാത്ത രീതിയിലുള്ള താക്കീതും, അതുപോലെ തന്നെ അതുപോലെയുള്ള താക്കീത് മാത്രമല്ല അതുപോലെയുള്ള ശിക്ഷാ നടപടികളിലോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെയൊന്നും ഇവന്മാർ ചെയ്യൂല കേട്ടോ. അപ്പം ഇത്രയും അറംകൊല ഇങ്ങനെയൊക്കെ ഇത്രയും സ്നേഹിച്ചിരുന്നിട്ട് അവരെയൊക്കെ ഇങ്ങനെ കൊല്ലാനും അവരൊക്കെ മരിക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും ഒക്കെ ഇവനൊക്കെ എങ്ങനെ തോന്നി. എന്നിട്ട് അതൊരു കൂളായിട്ട് ചെന്ന് അതൊക്കെ പോലീസുകാരോട് അതൊക്കെ ചെന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അവനെന്തോ വൈകൃതമായിട്ട് അവനെന്തോ ഉണ്ട്, അവർ മാനസികമായിട്ട് എന്തോ ഉണ്ടല്ലോ. അത് അവൻ എന്തായാലും നോർമലല്ല ഇങ്ങനെയൊക്കെ പറയാനും ഒക്കെ ചെയ്യാനും ഒക്കെ ഒന്നും ഓർത്തിട്ടൊന്നും ഇത് നമ്മുടെ കേരളം തന്നെയാണെന്ന് തന്നെ സംശയിക്കേണ്ടി വരും.